ജനപ്രതിനിധി എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്ന മേഖല വിദ്യാഭ്യാസ മേഖലയാണെന്ന് മന്ത്രി എം.ബി. രാജേഷ്. തൃത്താലയുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായി 49 കോടി രൂപ വിനിയോഗിച്ചതായും മന്ത്രി പറഞ്ഞു. ക്രെഡിറ്റ് സ്കോളർഷിപ്പ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അച്ഛനമ്മമാർ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ജീവിച്ചതിനേക്കാൾ നല്ല നിലയിൽ മക്കൾ ജീവിക്കണം എന്നതാണ്. ആകെ 1-2 കുട്ടികളാണ് വീട്ടിലുണ്ടാവുക. അവരിലായിരിക്കും അച്ഛനമ്മമാരുടെ പ്രതീക്ഷ അത്രയും. അവർ നന്നായിട്ട് വേണം ഞങ്ങൾക്ക് കൂടി ജീവിതത്തിന്റെ സായാഹ്നത്തിൽ അപ്പോഴെങ്കിലും ഒരു സന്തോഷം അനുഭവിക്കാൻ എന്ന് കരുതുന്ന അച്ഛനമ്മമാർ എത്രയോ പേരുണ്ട്. അവർക്ക് കഴിയാവുന്ന എല്ലാം മക്കളുടെ വിദ്യാഭ്യാസത്തിനാണ് കൊടുക്കുന്നത്. കേരളത്തിന്റെ ഒരു പ്രത്യേകത അതാണ്. വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇത്രയേറെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റും ഒരു സമൂഹവും ഇന്ത്യയിൽ മറ്റൊരിടത്തും ഉണ്ടാവില്ല. ഗവൺമെന്റിന്റെ കാര്യമെടുത്താലും വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇത്രമാത്രം ഇൻവെസ്റ്റ്മെന്റ്, പൊതുമുതൽ മുടക്ക് നടത്തുന്ന ഒരു സംസ്ഥാന സർക്കാർ ഇന്ത്യയിൽ മറ്റെവിടെയും ഉണ്ടാവില്ല. ഇനി ഓരോ വ്യക്തിയുടെ കാര്യമെടുത്താലും മക്കളുടെ വിദ്യാഭ്യാസത്തിന് എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറാണ് രക്ഷിതാക്കൾ. എന്താ കാരണം? അവരാഗ്രഹിക്കുന്നത് നല്ല വിദ്യാഭ്യാസം മക്കൾക്ക് കിട്ടണം, അതിലൂടെ മെച്ചപ്പെട്ടൊരു ജീവിതം, ഞങ്ങൾ ജീവിച്ചതിനേക്കാൾ മെച്ചപ്പെട്ടൊരു ജീവിതം അവർക്ക് സാധ്യമാവണം. കേരളത്തിലെ മറ്റൊരു നിയോജക മണ്ഡലത്തിലും നടപ്പാക്കാത്ത, ഇന്ത്യയിലെ തന്നെ മറ്റ് സ്ഥലങ്ങളിൽ ഇല്ലാത്ത പദ്ധതിയാണ് തൃത്താലയിൽ നടപ്പാക്കി വരുന്ന പ്രെഡിക്റ്റ് ജനകീയ സ്കോളർഷിപ്പ് പദ്ധതി. അക്കാലത്ത് രക്ഷിതാക്കൾ നഷ്ടപ്പെട്ടവർ, രക്ഷിതാക്കൾ ഉപേക്ഷിച്ചുപോയ ബ്രോക്കൺ ഫാമിലികൾ, സ്ഥിര രോഗികളായ കുട്ടികൾ, മാരക രോഗം ബാധിച്ച രക്ഷിതാക്കൾ, പരിമിത ജീവിത സാഹചര്യങ്ങളുള്ളവർ എന്നിങ്ങനെ സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന കുടുംബങ്ങൾക്കാണ് സ്കോളർഷിപ്പ് ലഭിക്കുക. 20 സൂചകങ്ങൾ വെച്ച് വീട് സന്ദർശിച്ച് സർവേ നടത്തിയാണ് ഉപഭോക്താക്കളെ കണ്ടെത്തുക. ജാതി, മത, രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ സാമൂഹിക അവസ്ഥ മാത്രം പരിഗണിച്ച് നൽകുന്ന സ്കോളർഷിപ്പാണിത്. തൃത്താലയിൽ ഇതിനകം തന്നെ 100 കുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പ് നൽകി. 24 ലക്ഷം രൂപയാണ് ഇതുവഴി കുട്ടികൾക്ക് ലഭ്യമായത്. തുടർ പഠനത്തിനായി കുട്ടികൾ ഈ പണം വിനിയോഗിച്ചു. തൃത്താലയിൽ ITI യാഥാർത്ഥ്യമാക്കാനും എൻലൈറ്റ് പദ്ധതി വഴി ദിശ എക്സ്പോ സംഘടിപ്പിക്കാനും കഴിഞ്ഞെന്നും മന്ത്രി പറഞ്ഞു. ഡോക്ടർ കെ രാമചന്ദ്രൻ പദ്ധതി വിശദീകരണം നടത്തി. മുൻ MLA മാരായ VK ചന്ദ്രൻ, TP കുഞ്ഞുണ്ണി, ഷറഫുദ്ദീൻ കളത്തിൽ, VR ബാലചന്ദ്രൻ, സുഹറ, ഷാനിബ ടീച്ചർ, പ്രിയ എന്നിങ്ങനെ ജനപ്രതിനിധികളും AEO പ്രസാദ്, BPC ദേവരാജ്, ഗംഗാധരൻ മാഷ് എന്നിവരും ചടങ്ങിൽ സംസാരിച്ചു.